നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് മുക്കം TTIയിൽ റിട്ടയർഡ് പ്രിൻസിപ്പളായിരുന്ന റഷീദ് PC പാലം എന്നറിയപ്പെടുന്ന ആളെ വീട്ടിലായിട്ടുള്ളത്. 50ഓളം വർഷമായി മലയാള സിനിമയിലും മാപ്പിളപ്പാട്ടുകളിലും നാടകഗാനങ്ങളൊക്കെ ഗവേഷണം നടത്തിയിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പം നമ്മൾ ഒരു പാട്ട് പാടിത്തരണമെന്ന് പറഞ്ഞപ്പോൾ എന്നോടൊന്ന് വരാൻ പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണുള്ളത്. അത് നിങ്ങൾക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്താം. ഇതാണ് ഞാൻ പറഞ്ഞ ആൾ. ശരിക്കാ ഒരു ഹായ് പറയൂ. ഓക്കെ. അപ്പോൾ നമുക്ക് വേണ്ടി നല്ലൊരു പാട്ട് പാടിത്തരാൻ എന്നോട് പറഞ്ഞത്. പല മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഞാൻ കുറേ ദിവസമായി വിളിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നാണ് ഒഴിവ് കിട്ടിയത്. അപ്പോൾ ഒന്ന് വേണ്ടി നമുക്ക് നല്ലൊരു പാട്ട് പാടിത്തരാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വന്നത്. അപ്പോൾ നമുക്ക് റഷീദ് ഖാൻ്റെ പാട്ടൊന്ന് കേൾക്കാം. ഇത് സി പവറാൻ എന്നുള്ള നാടകത്തിൽ CA അബൂബക്കറും തങ്കവും പാടിയ പാട്ടാണ്. CA അബൂബക്കർ എന്ന് പറഞ്ഞാൽ നമ്മളെ മാപ്പിളപ്പാട്ട് ഗായകൻ SM കോയയുടെ മകളുടെ ഭർത്താവും മരുമകനും കൂടിയാണ്. അദ്ദേഹം ഒരുപാട് നാടകങ്ങളിൽ പാടിയിട്ടുണ്ട്. മാപ്പിളപ്പാട്ട് വേറെയും പാടിയിട്ടുണ്ട്. 2-3 സിനിമകളിലും പാടിയിട്ടുണ്ട്. ഓളവും തീരും എന്ന സിനിമയിൽ മധു പാടുന്ന ബദറുൽ മുനീർ സുഞ്ചമാൽ 2 പാട്ടുകളും CA അബൂബക്കറാണ് പാടുന്നത്. പിന്നെ പെൺമക്കൾ എന്ന സിനിമയിൽ അദ്ദേഹം പാടിയിട്ടുണ്ട്. പിന്നെ മീനമാസത്തിലെ സൂര്യൻ എന്ന സിനിമ ഉണ്ടായിരുന്നു, ലെനിൻ രാജ് എന്നിട്ട്, അത് കയ്യൂർ സമരത്തെ പശ്ചാത്തലം, അതിലൊരു പാട്ട് അദ്ദേഹം പാടിയിട്ടുണ്ട്. അങ്ങനെ 2-3 സിനിമയിൽ പാടി ഒരുപാട് മാപ്പിളപ്പാട്ട് നാടകഗാനങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹം പാടിയിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെ ഏതാണ്ട് ഒരു 10-35 വർഷം മുമ്പ് കണ്ടോത്തുപാറയിൽ പരിപാടിക്ക് വേണ്ടി കൊണ്ടുവന്നിരുന്നു. തുടർന്ന് അദ്ദേഹം മുട്ടാഞ്ചേരി പരിപാടിക്ക് വന്നിരുന്നു. ആ കാലത്ത് ഞാൻ അദ്ദേഹത്തെ പറ്റി ചന്ദ്രിക വാരാന്ത ലേഖനം തന്നെ എഴുതിയിരുന്നു. ആ പരിഗണന വെച്ചിട്ടാണ് അദ്ദേഹം അന്ന് ഗാനമേളയിൽ പാടിയത്. അന്ന് അദ്ദേഹം ഒരു ഹാർമോണിയം വായിച്ചുകൊണ്ട് മുഹമ്മദ് റാഫിയുടെ പാട്ട് പാടി തുടങ്ങിയത്. ഞാൻ വ്യക്തമായിട്ട് ഓർക്കുകയാണ്, KS ജോർജ് എന്ന പാട്ടുകാരൻ മരിച്ച ദിവസമായിരുന്നു അത്. ആ ഗാനമേള ഉദ്ഘാടനം ചെയ്ത് പാടി ഞാനായിരുന്നു. ആദ്യ പാട്ട് KS ജോർജിൻ്റെ പാട്ടായിരുന്നു. പിന്നീടാണ് നമ്മുടെ CA അബൂബക്കർ ഹാർമോണിയം വായിച്ചുകൊണ്ട് 2-3 പാട്ട് പാടി. ജനങ്ങളെ കയ്യിലെടുത്തു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ അദ്ദേഹം തന്നെ നാടകത്തിന് വേണ്ടി പാടിയ പാട്ട് ഞാൻ 2-3 വരി പാടുകയാണ്. പിഞ്ചായ നാട് തൊട്ട് പഞ്ചാര മാഞ്ചുവട്ടിൽ കൊഞ്ചിക്കുഴഞ്ഞ് നമ്മൾ കാത്തിരുന്നല്ലോ, നാവുന്നുണഞ്ഞു നമ്മൾ കാത്തിരുന്നല്ലോ. പഞ്ചാര മാവ് പൂത്ത് പഞ്ചാര കായ് പഴുത്ത് പഞ്ചരസം നുകരാൻ കാലമായല്ലോ, പഞ്ചവർണ്ണ പൈങ്കിളിയെ കാലമായല്ലോ. മനസ്സിൽ കൊതി നിറയ്ക്കും മധുരക്കനി പറിക്കും, കനവിൽ പഴങ്ങൾ തിന്നണ കിളിയും വന്നെത്തും. കായായാൽ കാറ്റ് വീഴ്ത്തും, കനിയായാൽ കാക്ക കൊത്തും. കരളിൻ്റെ കണ്ണ് തുറന്ന് കാത്തിരിക്കൂലേ, കരളിൻ്റെ കണ്ണ് തുറന്ന് കാത്തിരിക്കൂലേ. പിഞ്ചായ നാള് തൊട്ട് പഞ്ചാര മാഞ്ചുവട്ടിൽ കൊഞ്ചിക്കുഴഞ്ഞ് നമ്മൾ കാത്തിരുന്നല്ലോ, നാവുന്നുണഞ്ഞ് നമ്മൾ കാത്തിരുന്നല്ലോ. നല്ലൊരു അടിപൊളി പണ്ടത്തെ പാട്ടാണ് നമ്മളിപ്പോൾ കേട്ടല്ലേ. അപ്പോൾ ഇതുപോലെ പുതിയ പാട്ടുകളും പഴയ പാട്ടുകളൊക്കെ നമുക്ക് ഇനിയും വേണ്ടി വരാം. അപ്പോൾ റഷീദ് ഖാൻ, താങ്ക് യു. ഓക്കെ, നോ മെൻഷൻ. ഓക്കെ.